ഹലോ, അപ്പോൾ നമ്മൾ പൊങ്കാലയ്ക്ക് പോകാൻ റെഡി ഇറങ്ങാൻ പോവാണ്. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര തണുപ്പായിരുന്നു. പെട്ടെന്ന് തന്നെ ഇറങ്ങി. ധ്രുവക്കുൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാൻ പോകുന്നത്. അമ്മേ നോക്ക്, ഇതിപ്പം കഴക്കൂട്ടം പാങ്ങാപ്പാറ ആ സൈഡാണ്. ഈ പ്രാവശ്യം ഇങ്ങോട്ടെല്ലാം വന്നിട്ടുണ്ട് പൊങ്കാല. അപ്പോൾ ധ്രുവക്കുൻ്റെ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് ഞാൻ അവനെയും കൂടെ കൂട്ടി ഇറങ്ങി. അപ്പോൾ ഇപ്രാവശ്യം നല്ല ഇത്തിരി നേരം വെളുത്ത് താമസിച്ചോ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 4 മണിക്കൊക്കെ ഇറങ്ങും. കാരണം നമ്മൾ ചേച്ചി തലേദിവസമേ പോയി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയും കൂടെ വരാൻ പാടായതുകൊണ്ട് നേരത്തെയൊക്കെ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെയും തലേദിവസവും അതിന് മുമ്പത്തെ ദിവസം എല്ലാം ഇവിടെ സീറ്റ് പിടിച്ചിട്ട ആൾക്കാരുണ്ട്. ഇപ്പോൾ നല്ല തിരക്കായി. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ടൊന്നും ബ്ലോക്കില്ല. ഇടയ്ക്ക് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ബ്ലോക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാളയം പള്ളിയിലും എല്ലാം ഫ്രണ്ടിലെല്ലാം നിറയെ പൊങ്കാല കലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊങ്കാല ഇടാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. അകത്ത് യൂണിവേഴ്സിറ്റി കോളേജിനകത്താണ്. പൊങ്കാല കലയൊക്കെ ഞങ്ങൾ ചേട്ടാ കാറ് പാർക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ വന്നിട്ട് ഞങ്ങൾക്ക് ഈ കലമൊക്കെ കൊണ്ട് വെച്ച് തന്നു. അപ്പോഴത്തേക്ക് നല്ല തിരക്കായി. ഇപ്പം സമയം 7 മണി 7:30 ആ സമയമായി. അങ്ങനെ ഇപ്പം തന്നെ നല്ലോണം തിരക്കുണ്ടായിരുന്നു. ഈ വർഷം ഞാനും ആൻറ്റിയാണ് പൊങ്കാല ഇടുന്നത്. അമ്മയ്ക്ക് ഇടാൻ പറ്റില്ല. പപ്പയ്ക്ക് പെട്ടെന്നൊരു പനിയും ചുമയൊക്കെ വന്നത് കാരണം ഇടാൻ പറ്റുന്നില്ല. പിന്നെ പപ്പയുടെ പിറന്നാളും കൂടെ ആയിരുന്നു. അപ്പോൾ കേക്ക് രാവിലെ കഴിഞ്ഞ് ഇവൾക്കൊണ്ട് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അവിടെ ഇരിക്കാം. പൊങ്കാലയുടെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബന്ധുക്കളെ എല്ലാം അടുത്ത് വെച്ച് കാണാനും സംസാരിക്കാനും അവർക്കായിട്ട് ടൈം കുറേ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് കുറേ നാൾ കാണാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ പൊങ്കാല ഇടുന്നതിൻ്റെ ഇടയിൽ കാണാൻ പറ്റും. അച്ഛൻ ഇപ്പം വരും. ആൻറ്റി എനിക്ക് തെരളി കുഴയ്ക്കാനുള്ള കഴിവൊക്കെ പറഞ്ഞു തന്നിട്ടില്ല. അതായാലും മതി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് പോയാൽ പോയാ പിന്നെ ഉറങ്ങുന്ന കുറേ കഴിഞ്ഞാൽ കുളിക്കണം. ചേച്ചി കത്തിക്കേ കത്തിച്ച കലത്തിന്റെ കാര്യം
ഈ വർഷത്തെ പൊങ്കാല പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നി. തീർന്ന പാടത്ത് എല്ലാം അവിടെ വേക്കൻ്റായി. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അപ്പം നല്ലതായിട്ട് പൊങ്കാല ഇടാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുണ്ട്. അടുത്തൊരു വീഡിയോ വെച്ച് കാണുന്നത്. ബൈ.